ഹായ് ഗൈസ്, ദിസ് ഈസ് മീ ഷൈ ജോനസ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു ക്രൈസിസിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ നമ്മുടെ പേഴ്സണൽ ലൈഫിലും ബിസിനസ് ലൈഫിലും വളരെയധികം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പല ആളുകളും എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ട് വാട്സപ്പിലൂടെയും ടെലിഫോണിക് കോളിലൂടെയും ഒക്കെ കോൺടാക്ട് ചെയ്തിട്ട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ സമയം ഞാൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത്. അതുപോലെ നമുക്ക് നമ്മുടെ ബിസിനസ്സിലും പേഴ്സണൽ ലൈഫിലും ഗ്രോത്ത് ഉണ്ടാക്കാൻ ഈ സമയം എങ്ങനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതുപോലെ ഈ ഒരു ക്രൈസിസ് നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് എങ്ങനെ ഗ്രോ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പലപ്പോഴും പല ആളുകളും എൻ്റെ അടുത്ത് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. സോ അവർക്കുള്ളൊരു ആൻസറാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മളെ ഗവൺമെൻറ് ഒഫീഷ്യൽസും മെഡിക്കൽ ടീം, ഡോക്ടേഴ്സ്, പോലീസ്മെൻ ഇവരൊക്കെ നമുക്ക് തരുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വേണ്ടിയിട്ടാണ് അവർ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ അവർ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചില ആളുകൾ അത് പാലിക്കാത്തതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് നമ്മളിപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളായിട്ട് നമ്മുടെ സൊസൈറ്റിക്കും നമ്മുടെ ചുറ്റുപാടിനും നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ദെൻ ഈ സമയം നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? ഇത് ആസ് എ ബിസിനസ് പെർസ്പെക്റ്റീവ് നമുക്കിതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാവുന്നതാണ്. ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാവുന്നതാണ്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്, ഞാൻ പറയാം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ചില ആളുകൾക്ക് ഡിസഗ്രി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില ആളുകൾ അതിനോട് യോജിക്കുന്നുണ്ടായിരിക്കാം, ചില ആളുകൾ അത് യോജിക്കുന്നുണ്ടായിരിക്കും. എല്ലാവർക്കും ഒരുപോലെ എഫക്റ്റീവ് ആയിക്കൊള്ളുന്നില്ല. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങളുടെ ബിസിനസ്സിൽ മാറ്റം വരുത്താൻ പറ്റുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ 100% ഗ്രോത്ത് ഉണ്ടായിരിക്കും. സോ ഈ സമയം നമുക്ക് വേണമെങ്കിൽ സിനിമകൾ കണ്ടുകൊണ്ട്, എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് കണ്ടുകൊണ്ട്, ഗെയിംസ് കളിച്ചുകൊണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ തള്ളി നീക്കാവുന്നതാണ്. 21 ദിവസം നമുക്ക് തള്ളി നീക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനും ബിസിനസ് ഗ്രോത്തിനും വേണ്ടിയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സാണ്. ആൻഡ് റിമെമ്പർ, 21 ദിവസം മതി നമുക്കൊരു ഹാബിറ്റ് ജനറേറ്റ് ചെയ്യാൻ, സൈക്കോളജി സേസ്. സോ നമുക്ക് തീരുമാനിക്കാം നമുക്കൊരു ബാഡ് ഹാബിറ്റ് ജനറേറ്റ് ചെയ്യപ്പെടണോ അതൊരു ഗുഡ് ഹാബിറ്റ് ജനറേറ്റ് ചെയ്യപ്പെടണോ എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ 21 ദിവസം തുടർച്ചയായിട്ട് ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. അപ്പോൾ നമ്മൾ 21 ദിവസം ഫ്രീ ആയിട്ട് ഇരുന്ന് വീഡിയോസ് കാണുന്നു, അല്ലെങ്കിൽ കൂടുതൽ സമയം സിനിമയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ബാഡ് ഹാബിറ്റായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടാം. അതല്ല, നമ്മൾ കൂടുതൽ സമയം നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനും ബിസിനസ് ഗ്രോത്തിനും വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നെങ്കിൽ അതൊരു ഗുഡ് ഹാബിറ്റായിട്ട് മാറിയേക്കാം. സോ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഹാബിറ്റ് ജനറേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത്. സോ നിങ്ങൾ ഗുഡ് ഹാബിറ്റ് ജനറേറ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അതിൽ നിങ്ങൾക്ക് പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാം, പുതിയ നോളജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, പണ്ടത്തെ പോലെയല്ല, ഇന്ന് നമുക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഒരു നോളജ് ഗെയിൻ ചെയ്യാനും ഒരു പ്രയാസമില്ല. നമ്മൾ പുസ്തകങ്ങൾ തേടി ലൈബ്രറിയിലേക്ക് പോകേണ്ട കാര്യങ്ങളില്ല. നമ്മൾ കോഴ്സസിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നിരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഇതൊക്കെ വളരെയധികം ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ആക്സസ് ചെയ്യാവുന്ന രൂപത്തിലാക്കിയിട്ടുണ്ട്. സോ ടെക്നോളജി നമ്മുടെ ലൈഫിൽ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഉഡേമിയൊക്കെ പോലെയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നമുക്ക് ഡിഫറെൻറ്റ് കോഴ്സസ് അവൈലബിൾ ആണ്. അതിൽ ഫ്രീ കോഴ്സസുകളുള്ള സൈറ്റുകളുണ്ട്, അതുപോലെ തന്നെ ചെറിയ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോഴ്സസ് കിട്ടുന്ന സൈറ്റുകളുണ്ട്. നമുക്ക് ഈ ഒരു ടൈം കൊണ്ട് പുതിയ കോഴ്സുകൾ പഠിക്കാനും പുതിയ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ആമസോൺ കിൻഡിലൊക്കെ പോലെയുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഫ്രീ ബുക്സ് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ ക്യാഷ് കൊടുത്താൽ ഒരുപാട് നല്ല ബുക്സ് നമുക്ക് അതിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്രൈസിസ് സമയത്ത് ബുക്സിൻ്റെയും കോഴ്സസിൻ്റെയൊക്കെ പ്രൈസ് പലരും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പല കമ്പനീസും ഞാൻ കേട്ടത് ഫ്രീ ആയിട്ട് പല ബുക്സും കാര്യങ്ങളും കൊടുക്കുന്നു, ബിക്കോസ് ആളുകളെ റീഡിങ് ഈ ഒരു സമയത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. സോ ഈ ഒരു സമയം നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഔഡേമിയൊക്കെ പോലെയുള്ള വെബ്സൈറ്റുകൾ യൂട്ടിലൈസ് ചെയ്ത് പുതിയ കോഴ്സുകൾ പഠിക്കാം. അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബ്, ഗൂഗിൾ, മറ്റ് വെബ്സൈറ്റുകൾ, അതുപോലെ ആമസോൺ കിൻഡിൽ പോലെയുള്ള സർവീസുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് പുതിയ ബുക്സുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മുടെ ബിസിനസ്സിലും നമുക്ക് ഗ്രോത്ത് കൊണ്ടുവരാൻ സാധിക്കും. സോ ഈ സമയം നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് പഠനത്തിനും സ്കിൽസ് ഡെവലപ്മെൻറ്റിനും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഈ സമയം വളരെ കൃത്യമായിട്ട് പഠനത്തിനും സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. ഈ ഒരു ടൈം കൊണ്ട് ഞാൻ ഏകദേശം 3 പുസ്തകങ്ങൾ വായിച്ച് തീർക്കുകയും അതിലുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ബിസിനസ്സിലും അതുപോലെ എൻ്റെ ക്ലയൻസിൻ്റെ ബിസിനസ്സിലും അവർക്ക് ഗ്രോത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുമാണ് ഞാൻ പുതുതായിട്ട് പഠിച്ചിട്ടും നോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം ഞാൻ ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഇപ്പോൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓൺലൈനായിട്ട്.
സോ ഞാനൊരു ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്നതല്ല, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് കഴിയാവുന്നതിന് വേണ്ടിയിട്ടല്ല. എനിക്കതിൻ്റെ പൊട്ടൻഷ്യൽ, അതിലുള്ള ഡിഫിക്കൽട്ടീസ്, അതിലുള്ള ലിമിറ്റേഷൻസ് കാര്യങ്ങൾ അറിയാം. എങ്കിൽ മാത്രമാണ് എനിക്ക് എൻ്റെ ടീമിനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ ഞാൻ ഈ സമയം പഠനത്തിനും അതുപോലെ എൻ്റെ സ്കിൽസ് ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. നിങ്ങൾക്കും അതുപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ ചോയ്സാണ്, കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിനും പ്രാധാന്യം കൊടുക്കാം, ഡെവലപ്മെൻറ്റിനും പ്രാധാന്യം കൊടുക്കാം. അത് നിങ്ങളുടെ കയ്യിലുള്ളൊരു തീരുമാനമാണ്. സോ നിങ്ങൾ ഡെവലപ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ 100% ഷുവർ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളുടെ ബിസിനസ്സിലും ഗ്രോത്ത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബിക്കോസ് നമ്മുടെ ബിസിനസ്സിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും അറിവില്ലായ്മ നമുക്ക് ഓപ്ഷൻസ് കുറക്കും. നമുക്ക് അറിവ് കൂടുന്നുള്ളൂ, നോളജ് കൂടുന്നുള്ളൂ, നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് കൂടി വരും. ഇപ്പം നിങ്ങൾ ഈ ഒരു ക്രൈസിസ് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നും നിങ്ങൾക്ക് മുന്നിൽ വരുന്നില്ല. ദാറ്റ് മീൻസ് നിങ്ങളുടെ അറിവ് വളരെ ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ്. അതല്ല, നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അറിവുണ്ട് എന്നിരുന്നാൽ പോലും ലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് 1-ൽ കൂടുതൽ ഓപ്ഷൻസ് വരുന്നു, അല്ലെങ്കിൽ 10-ൽ കൂടുതൽ ഓപ്ഷൻസ് വരുന്നു, 20-ൽ കൂടുതൽ ഓപ്ഷൻസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിവുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ നോളജ് ഉണ്ട്, നിങ്ങളുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. റിമെമ്പർ, അറിവുള്ള ഒരാളും അറിവില്ലാത്തൊരാളും ഒരിക്കലും സമന്മാരാവുന്നില്ല. അത് നമ്മൾ എല്ലായ്പ്പോഴും ഓർത്ത് വെക്കണം. അറിവ് എന്ന് പറയുമ്പോൾ നമ്മൾ കോളേജിലോ അല്ലെങ്കിൽ ഒരു സ്കൂളിലോ പോയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അതും ഒരു അറിവിൻ്റെ പാർട്ടാണ്. അത് മാത്രമല്ല ഞാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് ചുറ്റുപാടിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്, മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മറ്റുള്ളവരുടെ സക്സസ്സിൽ നിന്നും ഫെയിലിയേഴ്സിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ നിങ്ങളുടെ അറിവ് നിങ്ങൾക്ക് എത്രത്തോളം കൂടുതലുണ്ടോ, ഇതുപോലുള്ള ക്രൈസിസൊക്കെ മുമ്പ് വന്നിട്ടുണ്ട്, ഒരുപാട് ക്രൈസിസ് വന്നിട്ടുണ്ട്. ആ സമയത്ത് ബിസിനസ്സുകൾ എന്ത് ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ക്രൈസിസ് നിങ്ങളുടെ ബിസിനസ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് കുറേയൊക്കെ ഒരു ധാരണ കിട്ടും. അപ്പോൾ നമുക്ക് അറിവ് കൂടുന്തോറും നമുക്ക് മുന്നിലുള്ള ഓപ്ഷൻസ് കൂടും. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനും സ്കിൽസ് ഡെവലപ്മെൻറ്റിനും വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ മിക്ക സമയവും ഞാൻ ഈ പറഞ്ഞ പോലെ പുതിയ അറിവുകൾ അക്യൂർ ചെയ്യുന്നതിലും അതുപോലെ പുതിയ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിലും ഉപയോഗിക്കുന്നു. അതുപോലെ രണ്ടാമതായി ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് എൻ്റെ കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ക്രൈസിസ് നമ്മൾ ഓവർകം ചെയ്യും, എന്തായാലും നമ്മളിത് ഓവർകം ചെയ്യും. ഓക്കെ, സോ ഇത് ഓവർകം ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ എനിക്ക് ഇൻഡസ്ട്രിയിൽ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സൊക്കെ എന്താണ്, പാനിക്കായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. സോ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ എൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ മറികടന്ന് എൻ്റെ ഇൻഡസ്ട്രിയിൽ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നിലവിലുള്ള എല്ലാ ബിസിനസ്സുകാർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ബിക്കോസ് കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും പാനിക്കായിരിക്കും, അവരിപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തും. ഈവൻ ജയൻറ്റ് കോമ്പറ്റീറ്റേഴ്സ് അടക്കം അവരിപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തും. അവർക്ക് ചിലപ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ് കാണില്ല എങ്ങനെ തിരിച്ചു വരുന്നതിനെക്കുറിച്ച്. സോ ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആക്കി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. എസ്പെഷ്യലി പുതുതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വളരെ നല്ലൊരു ടൈമാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള പ്രൈസിങ് നടത്താൻ പറ്റും, കൃത്യമായിട്ടുള്ള പാക്കേജ് ഡിസൈനിങ്, കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് ബ്രാൻഡിങ് ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാൻ പറ്റും, പ്രത്യേകതരം സ്കീമുകൾ ഡെവലപ്പ് ചെയ്യാൻ കാരണം അവർ ഫ്രഷാണ്. ആൻഡ് അവരുടെ അടുത്ത് ഇപ്പം ഒരു സ്റ്റാർട്ടിങ് ഫ്യൂവൽ ആവശ്യമായ ക്യാഷും അവരുടെ അടുത്ത് കാണും ആ സ്റ്റാർട്ടിങ്ങിന് വേണ്ടത്. സോ അവർക്ക് ചിലപ്പം കോമ്പറ്റീറ്റേഴ്സിന് ഒറ്റയടിക്ക് കോമ്പറ്റീറ്റേഴ്സിന് മുകളിലേക്ക് ഒറ്റയടിക്ക് അവർക്ക് വരാൻ സാധിക്കും. ന്യൂ കമേഴ്സിന് നല്ലൊരു ടൈമാണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡിലെ പല ബിഗ് ജയൻറ്റ് കമ്പനീസും ഹെവി റിസഷനുള്ള സമയത്തൊക്കെയാണ് വളർന്നു വന്നിട്ടുള്ളത്. ചില വേൾഡ് വാർസിൻ്റെയൊക്കെ സമയത്താണ് പല ബ്രാൻഡ്സും പോപ്പുലർ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോമ്പറ്റീഷൻ ഇറവലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് പാനിക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. നമ്മളതൊരു പോസിറ്റീവ് ആൻഡ് ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ആൻഡ് പറയുന്ന അത്ര എളുപ്പമല്ല അത് പ്രാക്ടിക്കലി നടപ്പിൽ വരുത്തുക എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് 100% നമുക്ക് ആ ഇൻഡസ്ട്രി ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ സമയം രണ്ടാമത് ചിലവഴിക്കുന്നത് എൻ്റെ കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്രൈസിസ് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ എൻ്റെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യും, എങ്ങനെ എൻ്റെ റവന്യൂവിനെ ഞാൻ ഡബിൾ ചെയ്യപ്പെടും. ഓക്കെ, ഇപ്പോൾ എനിക്ക് റവന്യൂ ഇല്ല, കാരണം ബിസിനസ് കംപ്ലീറ്റ്ലി എല്ലാവരും ക്ലോസ്ഡ് ആണ്, വർക്ക് ഫ്രം ഹോം ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും റവന്യൂ സ്ട്രീം വളരെ കുറവാണ്. സോ എങ്ങനെ എൻ്റെ ഈ ഒരു ഇപ്പോൾ സാഹചര്യത്തിൽ എനിക്കുണ്ടായിരിക്കുന്ന ഈ ഒരു നഷ്ടത്തിനെ ഞാൻ എങ്ങനെ ഡബിളായിട്ട് ഓവർകം ചെയ്യും, ആ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ്സിൽ പ്ലാൻ ചെയ്യാവുന്ന ഒന്നാണ്. നിങ്ങളുടെ ബിസിനസ് ഈ ഒരു റീസ്റ്റാർട്ട് ചെയ്യപ്പെടുന്ന പോയിന്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ വരുത്തുന്നു, എങ്ങനെ നിങ്ങൾ ഇൻഡസ്ട്രിയെ ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം.
നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സൊക്കെ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അവരുടെ സോഷ്യൽ മീഡിയാസ്, അവരുടെ വെബ്സൈറ്റ്, അവരുടെ മാർക്കറ്റ് അഡ്വർടൈസിങ് എന്തെങ്കിലും ഉണ്ടോ. ഈവൻ ജയൻസിനെ പോലും ഒബ്സർവ് ചെയ്യാം. മീൻസ് ജയൻസ് എല്ലാവരും വളരെയധികം ഇത് നിരീക്ഷിക്കുന്നുണ്ടാവും. സോ അവർ മാർക്കറ്റിങ്ങിലൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം. പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിനൊരു എൻഡ് ഡേറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളെല്ലായ്പ്പോഴും എന്ത് ചെയ്യാം, ഒരു ബെസ്റ്റ് കേസ് സിനാരിയോ പ്ലാൻ ചെയ്യാം. ബെസ്റ്റ് കേസ് നമ്മളിപ്പോൾ പറഞ്ഞ 21 ഡേയ്സ് അല്ലെങ്കിൽ ഏപ്രിൽ മന്ത് ലാസ്റ്റോട് കൂടിയിട്ട് ഈ ഒരു ക്രൈസിസ് ഓവർകം ചെയ്യുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബെസ്റ്റ് കേസ് സിനാരിയോ. ദെൻ അതോടൊപ്പം തന്നെ നമ്മളൊരു റിയലിസ്റ്റിക് സിനാരിയോ, നമ്മളൊരു 3 months നമ്മൾ ഗ്യാപ്പ് ഇട്ട് റിയലിസ്റ്റിക് സിനാരിയോ കാണാം. അതുപോലെ ഒരു വേസ്റ്റ് കേസ് സിനാരിയോ, നമ്മൾ ഏറ്റവും മോശമായിട്ടുള്ളൊരു സാധ്യതയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ബിസിനസ്സിന് അവിടെ ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ നമ്മളത് പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മളതിനെക്കുറിച്ച് പ്ലാൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ സമയം കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ചിലപ്പം മറ്റ് സ്ട്രക്ചറുകളിൽ മാറ്റം വരുത്തിക്കാം, നിങ്ങളുടെ സ്റ്റാഫിങ്ങിൻ്റെ രീതിയിൽ മാറ്റം വരുത്തിക്കാം, നിങ്ങളുടെ മാർക്കറ്റിങ്ങിൽ മാറ്റം വരുത്തിയിട്ടായിരിക്കാം. അങ്ങനെ ഓരോ ബിസിനസ്സിനും ഡിഫറൻ്റ് ആണ്. അപ്പം നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കാം. ചില ആളുകളുടെ ബിസിനസ് ഓൾറെഡി എന്തായിരിക്കും, നഷ്ടത്തിലായിരിക്കും, അത് പൂട്ടാൻ പോകുന്നൊരവസ്ഥയിലായിരിക്കും. അപ്പോൾ ഈ ഒരു ക്രൈസിസും കൂടി വന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി പൂട്ടേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ അവർ അടിച്ച് പൂട്ടുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇറ്റ്സ് ഓക്കെ, അത് ഉണ്ടാവാറുണ്ട് ബിസിനസ്സിൽ. ഓക്കെ, ചിലപ്പോൾ ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കമ്പനികൾ എന്നാൽ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, വൈൻഡപ്പ് ചെയ്തിട്ട് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ബിസിനസ്സിൽ പലപ്പോഴും വരാറുണ്ട്. അത് ഉണ്ടാവുന്ന ഒന്നാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള മോശം എക്സ്പീരിയൻസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് എക്സ്പീരിയൻസ് ഒക്കെ ഒരു ഓൺട്രപ്രണർ ലൈഫിൽ നമുക്ക് എന്തായാലും ഉണ്ടാവും. സോ അത് ഇറ്റ്സ് ഓക്കെയാണ്. സോ നമ്മളൊന്ന് അനലൈസ് ചെയ്യുക, എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ബിസിനസ് ഇപ്പം പരാജയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ടൈമുണ്ട്, നന്നായിട്ട് വ്യക്തമായി ക്ലാരിറ്റിയോട് കൂടിയിട്ട് അനലൈസ് ചെയ്യുക. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ നഷ്ടസാധ്യത എൻ്റെ ബിസിനസ് വരുത്തി വെച്ചത്, എങ്ങനെ എനിക്ക് ഇനി ഇത് ഓവർകം ചെയ്യാൻ പറ്റും, ഇതേ ഇൻഡസ്ട്രിയിൽ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യണോ, ഇനി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ ഇൻഡസ്ട്രിയിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എൻ്റെ ബിസിനസ്സിൽ ഞാൻ എന്ത് രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, ഞാൻ എൻ്റെ പ്ലേസ് മാറ്റണോ, മറ്റൊരു പ്ലേസിൽ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യണോ, അതെല്ലാം ഞാൻ ഓൺലൈനിലേക്ക് മൂവ് ചെയ്യണോ, ഓഫ്ലൈൻ ബിസിനസ് വിട്ട് ഓൺലൈൻ ബിസിനസ്സിലേക്ക് മൂവ് ചെയ്യണം, എൻ്റെ മാർക്കറ്റിംഗ് ഈ ആക്ടിവിറ്റീസൊക്കെ ഒഴിവാക്കി ഇങ്ങനെയുള്ള മാർക്കറ്റ് ആക്ടിവിറ്റീസ് കൊടുക്കണോ, എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഞാൻ മാറ്റണോ, എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ് മാറ്റണോ, നമ്മുടെ ബിസിനസ് എൻറ്റയർലി ബിസിനസ് ഇൻഡസ്ട്രി തന്നെ മാറ്റണം. ഇതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബിസിനസ് വൈൻഡപ്പ് ചെയ്ത് ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പം നല്ലൊരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമ്മളൊരിക്കലും ബിസിനസ്സിനോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവരുത്. ആ ബിസിനസ്സിൽ തന്നെ ഞാൻ ഒരുപാട് ആളുകൾ അങ്ങനെ കൂപ്പ് കുത്തുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ചില ആളുകൾ ആ ബിസിനസ്, ചിലപ്പോൾ അവർക്ക് ആ ബിസിനസ്സിനോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. ചിലപ്പം മറ്റുള്ളവരോട് മറുപടി പറയാൻ മടിച്ചിട്ട് നഷ്ടമുള്ള ബിസിനസ്സിനെ നഷ്ടം മാത്രമേ വരുത്തി വെക്കുള്ളൂ, ഇനി ലാഭം ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്ന് അറിഞ്ഞിട്ട് പോലും ചിലർ തള്ളി കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ബിസിനസ്സിൽ ഉണ്ടാവരുത്. ഓക്കെ, അതുപോലെ തന്നെ എന്താവരുത്, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് നമ്മൾ ബിസിനസ്സിനെ തള്ളി മുന്നോട്ട് കൊണ്ടുപോകരുത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ക്യാഷ് ചിലപ്പം നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടി എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഈ ബിസിനസ് ഞാൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കൊണ്ടുപോകുന്നു, ഞാൻ എങ്ങനെ എൻ്റെ ഇൻഡസ്ട്രിയിൽ ഡോമിനേറ്റ് ചെയ്യപ്പെടും, അതല്ല കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഞാനിത് സ്റ്റോപ്പ് ചെയ്യുന്നു, ഇനി എനിക്ക് ഏത് ഇൻഡസ്ട്രിയിലാണ് ബിസിനസ് ചെയ്യാൻ നല്ലത്, അല്ലെങ്കിൽ എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് മാർക്കറ്റ് എനിക്കുള്ളത്, ഈ ഒരു ക്രൈസിസ് ഓവർകം ചെയ്ത് എങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാൻ പറ്റും എന്നൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സാഹചര്യം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടിപ്പ്. ഞാൻ ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്, ഇപ്പോൾ നമ്മുടെ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് വലിയൊരു എക്സ്പെൻസ് വന്നേക്കാം. ചിലപ്പോൾ നമുക്ക് അതുവരെയുള്ള വാടക, റെൻറ്റ് ഒരു പ്രശ്നമായേക്കാം, സാലറിയിലൊരു കാര്യങ്ങൾ വന്നേക്കാം. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ടതും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നേക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുത്തു തീർക്കേണ്ട ആ ഫൈനാൻഷ്യൽ കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തുക. അതുപോലെ ഒരു ലോങ് റണ്ണിൽ കൊടുത്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. അത് രണ്ടും വെക്കാം. ആ ഇമ്മീഡിയറ്റ് കാര്യങ്ങൾ തന്നെ നമുക്ക് ലോങ് റണ്ണിലേക്ക് മാറ്റി വെക്കാവുന്ന കാര്യങ്ങളെ ലോങ് റണ്ണിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ ലൈക്ക് ഇപ്പോൾ ചിലപ്പോൾ റെൻറ്റ്, സാലറി ഉണ്ടാവും, ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ഇലക്ട്രിസിറ്റിയിലൊക്കെ ഒരുപാട് കൺസെഷൻസും കാര്യങ്ങളൊക്കെ വരുന്നു, ഇൻ്റർനെറ്റ് ബില്ലുകൾ, അതുപോലെ മറ്റു എക്സ്പെൻസുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ചെറിയ എക്സ്പെൻസ് കൊടുത്തു തീർക്കാൻ പറ്റുന്നത് നമ്മൾ കൊടുത്തു തീർക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ റെൻറ്റിൻ്റെയൊക്കെ കേസിൽ നമുക്ക് ബിൽഡിംഗ് ഓണേഴ്സിനോട് സംസാരിച്ചിട്ട് ഒരു 3 മാസത്തേക്ക് നമുക്ക് റെൻറ്റ് ഒഴിവാക്കി തരുന്നതിനെക്കുറിച്ച് സംസാരിക്കാം. ഇനി അത് ഒഴിവാക്കി തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ട് അത് അല്ലെങ്കിൽ ഒരു 1 year കഴിഞ്ഞിട്ട് നമ്മുടെ വാടകയുടെ കൂടെ ഒരു 10% ഇൻക്രിമെൻറ്റോ 20% ഇൻക്രിമെൻറ്റോ കൊടുത്തിട്ട് അത് അടച്ചു തീർക്കുന്ന പോലെ, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട, പക്ഷേ എന്താണ് ആ പേയ്മെൻറ്റ് അടച്ചു തീർക്കാൻ ഒരു ഗ്യാപ്പ് നമുക്ക് സംസാരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ അടുത്ത് നമുക്ക് ഇതുപോലെ സംസാരിക്കാവുന്നതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അവർക്ക് അവരുടെ സാലറി കൊടുത്തു തീർക്കാനുള്ള ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റാഫിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചിട്ട് അവരുടെ സാലറി ഇതുപോലെ ഓരോ മന്തിലും ഒരു ചെറിയ എമൗണ്ട് വെച്ചിട്ട് ഈ ഒരു ടൈമിൽ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിന് നമ്മളൊരു പ്ലാനിങ് ഉണ്ടാക്കണം. നമ്മൾ കൃത്യമായിട്ട് ലോങ് റണ്ണിൽ കൊടുത്തു തീർക്കേണ്ട, ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുത്തു തീർക്കേണ്ടതിനെ കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് വേണം. ഒരിക്കലും ധാരണയില്ലാതെ സമയം വെറുതെ ചിലവഴിച്ചുകൊണ്ട് ഈ ക്രൈസിസ് ഒക്കെ ഓവർകം ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് ആരോ ചെയ്തു തരും എന്നുള്ള ധാരണയിൽ നമ്മൾ ഇരിക്കരുത്. ഓക്കെ, പലരും ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഗവൺമെൻറ് ഇതൊക്കെ ചെയ്തു തരട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതൊക്കെ ചെയ്തു തരട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയിലിരിക്കുന്നവരാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ നമ്മൾ തിരിച്ചറിയാം. എന്നിട്ട് നമ്മൾ ഇതിന് കൃത്യമായിട്ട് പ്ലാനിങ് ഉണ്ടാക്കണം. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നെറ്റ്വർക്ക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. എസ്പെഷ്യലി സ്മോൾ ബിസിനസ്മെൻറ്റിന് ഇപ്പോൾ നല്ലപോലെ വാട്സപ്പ് കോൺടാക്ട്സ്, വാട്സപ്പ് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, ബിസിനസ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. സോ ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഗ്രൂപ്പുകളിലുള്ള ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടാനും അവരുമായിട്ട് നല്ലൊരു ബന്ധം സൃഷ്ടിക്കാനും സാധിക്കും. അതിനർത്ഥം നിങ്ങൾ വാട്സപ്പിൽ ഒരുപാട് സമയം ചിലവഴിച്ച് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, വാട്സപ്പിൽ വെറുതെ ഇരിക്കുന്ന മെസ്സേജുകൾ കണ്ടിട്ടും സ്റ്റോറീസ് കണ്ടിരിക്കാനല്ല ഞാൻ പറയുന്നത്. നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അതിനൊരു ടൈം വെക്കുക. ആ ടൈം ഇരുന്നിട്ട് നിങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ചാറ്റിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പിന്നെ അവരെ വിളിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവർ കണ്ടീഷൻ, അവരുടെ ബിസിനസ്സിൻ്റെ കണ്ടീഷൻ, അവരെന്താണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അവർക്കും ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കിട്ടും, നമുക്കും ഒരു ഇൻസ്പിറേഷൻ, ഒരു മോട്ടിവേഷൻ കിട്ടും. അതോടൊപ്പം അവരുടെ സ്ട്രാറ്റജീസ് നമുക്ക് ചിലപ്പോൾ നമുക്കൊരു സ്പാർക്ക് ഉണ്ടാക്കിയേക്കാം, ചിലപ്പോൾ നമ്മുടെ സ്ട്രാറ്റജീസ് അവർക്കൊരു സ്പാർക്ക് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിൻ വിൻ സ്ട്രാറ്റജിയാണ്. അതോടൊപ്പം നമുക്ക് നല്ലൊരു ബന്ധം കിട്ടുന്നു. ആ ബന്ധം നമുക്ക് ലോങ് റണ്ണിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ വെൻഡേഴ്സുമായിട്ടും എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സുമായിട്ടൊക്കെ നല്ല ബന്ധം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പോസിബിൾ ആയിട്ടുള്ള ആളുകൾ കസ്റ്റമേഴ്സുമായിട്ട് നല്ല ബന്ധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു ക്രൈസിസ് കഴിഞ്ഞാലും ഈ കസ്റ്റമേഴ്സ് നമ്മളെ കൂടെ നിലനിൽക്കും എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്താൻ വേണ്ടി ശ്രമിക്കാം. അതോടൊപ്പം തന്നെ വെൻഡേഴ്സുമായിട്ട്, നമുക്ക് പ്രൊഡക്ട്സ്, റോ മെറ്റീരിയൽസ് ഒക്കെ തരുന്ന വെൻഡേഴ്സുമായിട്ട് നല്ല ബന്ധം സൃഷ്ടിക്കുക. നമുക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ ക്രെഡിറ്റ് തരാൻ അവരെ വില്ലിങ് ആക്കുന്ന രീതിയിൽ നമ്മൾ അവരുമായിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. സോ ഈ സമയം നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ ചെറിയ വീഡിയോയിൽ പറഞ്ഞേ ഉള്ളൂ. അപ്പം പഠനത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിൽ മറ്റും ഇമ്പോർട്ടൻസ് കൊടുക്കുക, നിങ്ങളുടെ കമ്പനിയുടെ ഗ്രോത്ത് പ്ലാൻ ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റേജ് അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൊടുത്തു തീർക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കണം. അതുപോലെ നമുക്ക് കിട്ടാനുള്ള എമൗണ്ട്സ് ഉണ്ടാവും, അതിനും നമ്മളൊരു പ്ലാൻ നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ഈ സമയം നമ്മൾ ഇത്രയും കാര്യങ്ങൾക്കെങ്കിലും മിനിമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ക്രൈസിസ് ഓവർകം ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് അപ്പ് ആൻഡ് റണ്ണിങ് ആക്കാൻ പറ്റും. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇൻഡസ്ട്രി തന്നെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് നിങ്ങളുടെ കയ്യിലാണ്. പറയാൻ വളരെ എളുപ്പമാണ്, ഐനോ ഇറ്റ്സ് വളരെ സിമ്പിളാണ് പറയാന്നുള്ളത്. പക്ഷേ എക്സിക്യൂട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ. അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. എങ്ങനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം അത് നിങ്ങളുടെ ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം, എങ്ങനെയൊക്കെ അത് നടപ്പിൽ വരുത്തണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.